മെക്സിക്കോയിലെ ഒരു ഡ്രഗ് ലോഡാണ് ജോക്കിങ് ആർക്കിവാൾഡോ ഗുസ്മാൻ ലോവേറ. പക്ഷേ ലോകം അയാളെ തിരിച്ചറിഞ്ഞത് മറ്റൊരു പേരിലായിരുന്നു, എൽ ചാപ്പോ. എൽ ചാപ്പോ എന്ന മെക്സിക്കൻ പേരിന് ഉയരം കുറഞ്ഞവൻ അഥവാ കുള്ളൻ എന്നാണ് അർത്ഥം. പക്ഷേ എൽ ചാപ്പോ കാരണം കുറഞ്ഞത് 34,000 ആളുകളെങ്കിലും മരിച്ചിട്ടുണ്ട് എന്നാണ് മെക്സിക്കൻ ഗവൺമെന്റിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിൽ വർഷങ്ങളോളം എൽ ചാപ്പോ എന്ന പേര് ഒന്നാമതായിരുന്നു. അയാൾക്ക് കീഴിൽ സ്വന്തമായൊരു പ്രൈവറ്റ് ആർമി തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം മെക്സിക്കൻ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ, ദ സ്റ്റോറി ഓഫ് എൽ ചാപ്പോ. വെൽക്കം ബാക്ക്. മെക്സിക്കോ. ആ സമയത്ത് ആൾട്ടിപ്ലാനോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മെക്സിക്കോയിലെ ഒരു ജയിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ജയിലുകളിലൊന്നായാണ് അറിയപ്പെട്ടിരുന്നത്. കോൺക്രീറ്റ് ഭിത്തികളും അതിനു മുകളിൽ മുള്ളുവേലികളും കൊണ്ട് ചുറ്റപ്പെട്ട ഈ ജയിൽ വളരെ ശക്തമാണ്. ആയിരക്കണക്കിന് ഗാർഡുകളുടെ കാവലിനു പുറമെ CCTV ക്യാമറകൾ മുഖേന തടവുകാരെ അവരുടെ സെല്ലുകളിൽ പോലും 24 മണിക്കൂറും നിരീക്ഷിക്കുന്നു. കൂടാതെ സുരക്ഷയിൽ ഒരു വീഴ്ചയും സംഭവിക്കാതിരിക്കാൻ ജയിലിന് ചുറ്റുമുള്ള പ്രദേശം മുഴുവനും നിരോധിത മേഖലയായി പ്രഖ്യാപിക്കുകയും ആ പ്രദേശങ്ങളിൽ മൊബൈൽ നെറ്റ്വർക്കുകൾ പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരം കർശനമായ മുൻകരുതലുകളും നിരീക്ഷണങ്ങളും കാരണം ഈ ജയിലിൽ നിന്നും ആരും രക്ഷപ്പെട്ടു പോവില്ല എന്ന് ആളുകൾ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ലോകമറിയപ്പെടുന്ന കുറ്റവാളികളെയാണ് ഈ ജയിലിൽ പാർപ്പിച്ചിരുന്നത്. അന്നേ വരെ ഈ ജയിലിൽ നിന്നും ഒരു തടവുകാരനും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെയിരിക്കെ 2014 ഒരു തടവുകാരനെ ഈ ജയിലിലേക്ക് കൊണ്ടുവന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് രാജാവും ഏറ്റവും വലിയ ധനികരിൽ ഒരാളുമായിരുന്നു അയാൾ, എൽ ചാപ്പോ. എൽ ചാപ്പോ ജയിലിലാവുന്നതും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതും ഇത് ആദ്യമല്ല. 2001 പ്യൂൻറ്റെ ഗ്രാൻഡെ എന്ന ഉയർന്ന സുരക്ഷാ സംവിധാനമുള്ള ജയിലിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടിരുന്നു. ആ ഒരു രക്ഷപ്പെടലിന് ശേഷം 13 വർഷത്തോളം അയാൾ പോലീസിൽ പിടികൊടുക്കാതെ അധോലോക രാജാവായി വിഹരിച്ചു. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പ്രിസൺ എസ്കേപ്പ് നടക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അയാളെ ഈ ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ദ ഗോഡ് ഓഫ് സ്മഗ്ലർ എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ലോകത്തിലെ തലതൊട്ടപ്പൻ എൽ ചാപ്പോവിനെ മെക്സിക്കൻ സർക്കാർ ആൾട്ടിപ്ലാനോ ജയിലിലടച്ചു. എൽ ചാപ്പോവിനെ ആ ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ജയിലിലെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ജയിലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് കളിയാക്കി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മെക്സിക്കൻ ഗവൺമെന്റും ഒരു പ്രസ്താവന നടത്തി. രാജ്യത്തെ ഏറ്റവും ശക്തനായ കുറ്റവാളി രാജ്യത്തെ ഏറ്റവും ശക്തമായ ജയിലിലെ ഇരുമ്പഴികൾക്കകത്ത് CCTV ക്യാമറകളുടെ കാവലിൽ വിശ്രമിക്കുകയാണ് എന്നതായിരുന്നു ആ പ്രസ്താവന. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. എൽ ചാപ്പോ തന്റെ ശിഷ്ടജീവിതം ആ ജയിലിനകത്ത് തന്നെ ജീവിച്ചു തീർക്കേണ്ടി വരുമെന്ന് മെക്സിക്കൻ ഗവൺമെന്റും പൊതുജനങ്ങളും വിലയിരുത്തി. പക്ഷേ വെറും 1 വർഷത്തിനു ശേഷം സർക്കാരിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് നാളിതുവരെ ഒരു തടവുകാരനും രക്ഷപ്പെടാൻ കഴിയാത്ത ജയിൽ എന്ന പേരിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജയിലധികൃതരുടെ അമിത ആത്മവിശ്വാസത്തെ തകർത്തെറിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വലിയ സ്മഗ്ലർ സെക്യൂരിറ്റി ക്യാമറകളുടെയും ഗാർഡുകളുടെയും മുന്നിൽ വെച്ച് തന്നെ സെല്ലിനകത്ത് നിന്നും അപ്രത്യക്ഷനായി. ഇത്രയും കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് കൂടിയും എൽ ചാപ്പോ ആ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? എൽ ചാപ്പോയെ പിടികൂടി ജയിലിൽ അടയ്ക്കണമെന്ന് മെക്സിക്കൻ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് അമേരിക്കയായിരുന്നു. അത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുന്നതിന് മുൻപ് എൽ ചാപ്പോയുടെ ജീവിതകഥ നമുക്കൊന്ന് കാണാം. 1957 മെക്സിക്കൻ സംസ്ഥാനമായ സിനലോവയിലെ ലാ ട്യൂണ എന്ന ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് എൽ ചാപ്പോ ജനിച്ചത്. അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നുവെങ്കിലും അയാൾ പൂർണ്ണമായും മയക്കുമരുന്നിനടിമയായിരുന്നു. തനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ വലിയൊരു പങ്കും അയാൾ മയക്കുമരുന്നുകൾ വാങ്ങാനാണ് ഉപയോഗിച്ചിരുന്നത്. മയക്കുമരുന്നിന്റെ അമിതമായ ഉപയോഗം കാരണം അയാൾക്ക് ബോധമില്ലാതാവുകയും പലപ്പോഴും വീട്ടിലുള്ള ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. എൽ ചാപ്പോയുടെ അച്ഛൻ കുടുംബം നോക്കുന്ന കാര്യത്തിൽ തീർത്തും പരാജയമായിരുന്നു എന്ന് വേണം പറയാൻ. ചെറുപ്പം മുതൽ തന്നെ എൽ ചാപ്പോ പണത്തിന്റെ മൂല്യം മനസ്സിലാക്കി വളർന്നതുകൊണ്ട് തന്നെ ധാരാളം പണം സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹം അവനിലുണ്ടായിരുന്നു. ഈ ഒരു ആഗ്രഹം കാരണമാണ് അവൻ തന്റെ 15-ാം വയസ്സിൽ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതനായത്. തന്റെ ബന്ധുക്കളോടൊപ്പം കഞ്ചാവ് കൃഷി ചെയ്യാൻ തുടങ്ങിയ എൽ ചാപ്പോ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് തൃപ്തിപ്പെടാൻ തയ്യാറായിരുന്നില്ല.
ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ചു മരിക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. ഒരു വലിയ ധനികനാവാൻ തന്നെ അവൻ തീരുമാനിച്ചു. തൻ്റെ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് തനിക്ക് ആരുമാവാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ എൽ ചാപ്പോ ആ ഗ്രാമവും തൻ്റെ കുടുംബക്കാരെയും ഉപേക്ഷിച്ച് അവിടെ നിന്നും പട്ടണത്തിലേക്ക് കുടിയേറി. ചുരുങ്ങിയ കാലം കൊണ്ട് പണവും പ്രശസ്തിയും നേടാൻ അവന് മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ: ഒരു വലിയ ഗ്യാങ്സ്റ്ററായി മാറുക. അവൻ അതിനു മാനസികമായി തയ്യാറെടുത്തു. സിറ്റിയിലെത്തിയതിനു ശേഷം അവൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു വാടക കൊലയാളിയായി മാറി. പണത്തിനു വേണ്ടി ആരെയും കൊല്ലാൻ യാതൊരു മടിയും കാണിക്കാത്ത അവന്റെ ക്രൂരമായ സ്വഭാവം കണ്ട് 1970കളുടെ അവസാനത്തിൽ മയക്കുമരുന്ന് മാഫിയ ലീഡർ ഹെക്ടർ എൽ ഗുവാരോ പാൽമ എൽ ചാപ്പോയെ കൂടെ കൂട്ടി. അങ്ങനെയാണ് അക്കാലത്തെ മെക്സിക്കോയിലെ മുൻനിര ക്രൈം ഗ്രൂപ്പായിരുന്ന ഗോഡലഹാര കാർട്ടലിൽ അവൻ അംഗമായത്. അങ്ങനെ സിനലോവ മേഖലയിലേക്കും മെക്സിക്കോ അതിർത്തിയിലേക്കുമുള്ള മയക്കുമരുന്ന് ഡെലിവറികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള ചുമതല എൽ ചാപ്പോയ്ക്ക് ലഭിച്ചു. അവൻ തൻ്റെ ജോലിയിൽ വളരെ കർക്കശക്കാരനായിരുന്നു. തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ച് ആ തെറ്റ് അവൻ്റെ ബിസിനസ്സിനെ ചെറിയ രീതിയിലെങ്കിലും ദോഷമായി ബാധിച്ചാൽ അവൻ ഒരു ദയയും കൂടാതെ ആ തെറ്റ് ചെയ്ത ആളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലുമായിരുന്നു. അവൻ തൻ്റെ ബിസിനസ്സിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൽ ചാപ്പോ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മയക്കുമരുന്ന് വിതരണം വേഗത്തിലാക്കുകയും തൻ്റെ ഗ്രൂപ്പിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അയാളുടെ കഴിവുകളിൽ സംതൃപ്തനായ ഗോഡലഹാര കാർട്ടലിന്റെ ഗോഡ്ഫാദർ മിഗുവൽ ഏഞ്ചൽ ഫെലിക്സ് ഗെലാഡോ 1980 ഗ്രൂപ്പിന്റെ എല്ലാ ലോജിസ്റ്റിക്സും കൈകാര്യം ചെയ്യാനുള്ള ചുമതല എൽ ചാപ്പോയ്ക്ക് നൽകി. എൽ ചാപ്പോയുടെ നേതൃത്വത്തിൽ മെക്സിക്കോയിലും അമേരിക്കയിലും കാർട്ടലിന്റെ നിയമവിരുദ്ധ ബിസിനസ് അതിവേഗം വളർന്നു. അങ്ങനെയിരിക്കെ 1989 ഈ മയക്കുമരുന്ന് മാഫിയ സംഘടനയ്ക്ക് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നു. ആ വർഷം ഒരു ഡ്രഗ് ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ ഏജന്റിനെ കൊലപ്പെടുത്തിയതിന് കാർട്ടൽ തലവൻ ഫെലിക്സ് ഗെലാഡോ പോലീസ് പിടിയിലായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാർട്ടൽ ശിഥിലമാവുകയും നിരവധി ഗ്രൂപ്പുകളായി പിളരുകയും ചെയ്തു. ഈ അവസരം മുതലെടുത്ത എൽ ചാപ്പോ വടക്ക് പടിഞ്ഞാറൻ മെക്സിക്കോയിൽ മറ്റ് നിരവധി കള്ളക്കടത്തുകാരുമായി ചേർന്ന് സ്വന്തമായി സിനലോവ കാർട്ടൽ രൂപീകരിച്ചു. അപ്പോഴേക്കും മയക്കുമരുന്ന് കടത്തലിന്റെ സങ്കീർണതകളിൽ അയാൾ പ്രാവീണ്യം നേടിക്കഴിഞ്ഞിരുന്നതിനാൽ സ്വന്തമായ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ അയാൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നില്ല. തുടർന്നുള്ള വർഷങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഫെഡറൽ നിയന്ത്രണങ്ങൾ കാരണം മറ്റു കാർട്ടലുകൾ മയക്കുമരുന്ന് വിതരണം ചെയ്യാൻ പാടുപെടുമ്പോൾ എൽ ചാപ്പോ മയക്കുമരുന്ന് കടത്തലിന്റെ പുതിയ രീതികൾ കണ്ടുപിടിക്കുകയായിരുന്നു. അയാളുടെ ഡ്രഗ്സ് കൂടുതലും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് നിരവധി ചെക്ക് പോസ്റ്റുകളിലൂടെ അതിർത്തി കടന്ന് പോകേണ്ടതുണ്ട്. ഒട്ടുമിക്ക മയക്കുമരുന്ന് മാഫിയകളും ഡ്രഗ്സ് അമേരിക്കയിലേക്ക് കടത്താൻ റോഡുകളോ വിമാനങ്ങളോ കടൽ മാർഗമോ ആണ് ഉപയോഗിച്ചിരുന്നത്. ഈ വഴികളെല്ലാം തന്നെ മെക്സിക്കൻ US അധികാരികളുടെ കർശന നിരീക്ഷണത്തിലായിരുന്നതിനാൽ മിക്ക കാർട്ടലുകളുടെയും ചരക്കുകൾ പിടിക്കപ്പെട്ടു. പക്ഷേ എൽ ചാപ്പോ തന്റെ ചരക്കുകൾ പോലീസിന് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഭയന്ന് ചരക്ക് നീക്കം നിർത്തിവെക്കാനോ തയ്യാറായിരുന്നില്ല. അതിനു പകരം അയാൾ ഒരു പുതിയ ഗതാഗത രീതി വികസിപ്പിച്ചെടുത്തു. മെക്സിക്കൻ US അതിർത്തിയിൽ കിലോമീറ്ററുകളോളം നീളുന്ന നിരവധി നൂതന ഭൂഗർഭ തുരങ്കങ്ങൾ അയാൾ നിർമ്മിച്ചു. ഈ തുരങ്കങ്ങളിൽ മതിയായ വായുസഞ്ചാരം, വൈദ്യുതി, ചരക്കുകൾ കടത്താനുള്ള വാഹനങ്ങൾ എന്നിവ സജ്ജീകരിക്കുന്നു. അങ്ങനെ ഇത്തരം രീതികളിലൂടെ അയാൾ തന്റെ ബിസിനസ് വലുതാക്കിക്കൊണ്ടിരുന്നു. ആരെയും ഭയക്കാതെ കൊളംബിയയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് ടൺ കണക്കിന് കൊക്കൈൻ കടത്താൻ തുടങ്ങി. കൊക്കൈൻ കൂടാതെ മെത്താംഫെറ്റമീൻ, ഹെറോയിൻ, മരിജുവാന എന്നിവയുടെ ഉൽപാദനത്തിലും വിതരണത്തിലും എൽ ചാപ്പോയുടെ കാർട്ടൽ പങ്കാളിയായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സിനലോവ കാർട്ടലിന്റെ നെറ്റ്വർക്ക് 5 ഭൂഖണ്ഡങ്ങളിലായി ഏകദേശം 50 രാജ്യത്തിലേക്ക് വ്യാപിച്ചു. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയാണ് എൽ ചാപ്പോ തന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും നേടിയത്. ഇത് മെക്സിക്കൻ US ഗവൺമെന്റുകളുടെ ക്രിമിനൽ പട്ടികയിൽ അയാളെ 1ാം സ്ഥാനത്തെത്തിച്ചു. എൽ ചാപ്പോ ആഗ്രഹിച്ചതുപോലെ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് പണവും പ്രശസ്തിയും അയാളെ തേടിയെത്തി. കൂട്ടത്തിൽ നിരവധി ശക്തരായ എതിരാളികളും. അവർ എൽ ചാപ്പോയെ ഇല്ലാതാക്കാനും അയാളുടെ ബിസിനസ് സാമ്രാജ്യം പിടിച്ചെടുക്കാനുമുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ 1993 എൽ ചാപ്പോയെ അദ്ദേഹത്തിന്റെ എതിരാളികളായ ട്യുവാന കാർട്ടൽ ഗോഡലഹാര എയർപോർട്ടിൽ വെച്ച് ആക്രമിച്ചു. എൽ ചാപ്പോയെ ലക്ഷ്യമിട്ട് നിരവധി വെടിവെപ്പുകൾ നടന്നു. അതിൽ നിന്നെല്ലാം അയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഏറ്റുമുട്ടലിനിടെ മെക്സിക്കോയിലെ പ്രശസ്ത പുരോഹിതനായ ജുവാൻ ജീസസ് പോസാദാസ് ഒക്കാംബയും
കൂടാതെ എയർപോർട്ടിലുണ്ടായിരുന്ന 6 പാസഞ്ചേഴ്സും കൊല്ലപ്പെട്ടു. ഒരു ഉന്നതനായ ജനപിന്തുണയുള്ള മതനേതാവിന്റെ മരണം പൊതുജനങ്ങളെ രോഷാകുലരാക്കുകയും തുടർന്ന് കുറ്റവാളികൾക്കെതിരെ എത്രയും പെട്ടെന്ന് കർശന നടപടികളെടുക്കാൻ സർക്കാരിനുമേൽ സമ്മർദ്ദമുണ്ടാവുകയും ചെയ്തു. അങ്ങനെ അന്ന് എയർപോർട്ടിൽ വെച്ച് നടന്ന വെടിവയ്പിൽ ഉൾപ്പെട്ട എല്ലാവരുടെയും ഫോട്ടോകൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും അവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തു. പോലീസ് എൽ ചാപ്പോവിനെ ലക്ഷ്യം വെച്ച് വല വീശാൻ തുടങ്ങി. ഇതോടുകൂടി മെക്സിക്കൻ പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കിയ എൽ ചാപ്പോ ഗോട്ടിമാലയിലേക്ക് കടന്നു. ആ രാജ്യത്തെ പോലീസ് പിടികൂടാതിരിക്കാൻ വേണ്ടി ഒരു മുതിർന്ന സൈനികോദ്യോഗസ്ഥന് അയാൾ ഏകദേശം $1.2 ദശലക്ഷം കൈക്കൂലിയായി നൽകി. അങ്ങനെ കുറച്ചു ദിവസം ആരുടെയും കണ്ണിൽപ്പെടാതെ എൽ ചാപ്പോ രഹസ്യമായി ജീവിച്ചു. പക്ഷേ 1993 നവംബർ 9 ഇതേ സൈനികോദ്യോഗസ്ഥന്റെ അറിവോടുകൂടി ഗോട്ടിമാല സൈന്യം എൽ ചാപ്പോവിനെ അറസ്റ്റ് ചെയ്ത് മെക്സിക്കൻ ഗവൺമെന്റിന് കൈമാറി. മയക്കുമരുന്ന് കടത്ത്, കൊലപാതകം, കൈക്കൂലി, ഗൂഢാലോചന തുടങ്ങി നിരവധി കുറ്റങ്ങൾ ചുമത്തിയ മെക്സിക്കൻ കോടതി അയാൾക്ക് 20 വർഷത്തെ തടവ് വിധിച്ചു. അങ്ങനെയാണ് എൽ ചാപ്പോ മെക്സിക്കോയിലെ ഉയർന്ന സുരക്ഷാ സംവിധാനമുള്ള പ്യൂൻഡെ ഗ്രാൻഡെ ജയിലിൽ എത്തുന്നത്. പക്ഷേ ജയിലിനകത്തായിട്ട് കൂടിയും അയാളുടെ ജീവിതത്തിലോ ദിനചര്യയിലോ ഒരു തരി മാറ്റം പോലും ഉണ്ടായിരുന്നില്ല. കാരണം ജയിലിനുള്ളിൽ പോലും അയാൾക്ക് നല്ല ഭക്ഷണവും മദ്യവുമെല്ലാം സുലഭമായിരുന്നു. TV കാണുന്നതിനും കാമുകിമാർക്കും ഭാര്യമാർക്കും ജയിലിൽ വന്ന് എൽ ചാപ്പോവിനെ കാണുന്നതിനും യാതൊരു വിലക്കുമുണ്ടായിരുന്നില്ല. തന്റെ പണം ഉപയോഗിച്ച് ജയിൽ ഗാർഡുകളെയും ഉദ്യോഗസ്ഥരെയും അയാൾ സ്വാധീനിച്ചിരുന്നു. വൻതോതിൽ കൈക്കൂലി നൽകി ആഡംബര ജീവിതശൈലിയും ബിസിനസ് മീറ്റിംഗുകളും അയാൾ കൈകാര്യം ചെയ്തു. എൽ ചാപ്പോയ്ക്ക് ജയിലിനകത്ത് ഇങ്ങനെയൊരു സാഹചര്യം ലഭിക്കാനുള്ള കാരണം ജയിലിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറും സുരക്ഷാ ഓഫീസറുമായിരുന്ന ഡമാസോ ലോപ്പസ് ന്യൂസസ് എന്ന ഉയർന്ന പദവിയിലുള്ള സുരക്ഷാ ഓഫീസറെ അയാൾ സ്വാധീനിച്ച് കൂടെ നിർത്തിയതുകൊണ്ടാണ്. എൽ ചാപ്പോ അയാൾക്ക് ധാരാളം പണവും ആഡംബര കാറുകളും വലിയ ബംഗ്ലാവുകളും സമ്മാനമായി കൊടുത്തു. അങ്ങനെ എൽ ചാപ്പോയും ഡമാസോയും അടുത്ത സുഹൃത്തുക്കളായി മാറി. അവർ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈയൊരവസ്ഥ അധികകാലം തുടർന്നു പോയില്ല. 2000 തുടക്കത്തിൽ ജയിൽ അധികൃതർക്കെതിരെ നിരവധി പരാതികൾ സർക്കാരിന് ലഭിച്ചു തുടങ്ങി. അതിനെ തുടർന്ന് അഴിമതിക്കാരായ ജയിൽ ജീവനക്കാരെയും മേലുദ്യോഗസ്ഥരെയും ജോലിയിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങി. ആ സമയത്ത് ഹയർ ഒഫീഷ്യൽസിന്റെ നിർബന്ധത്തിന് വഴങ്ങി എൽ ചാപ്പോയുടെ സുഹൃത്തായ ഡമാസോ ലോപ്പസിന് ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ടി വന്നു. അയാൾ ജോലിയിൽ നിന്നും പോയതിനു ശേഷം എൽ ചാപ്പോയ്ക്ക് ജയിലിനകത്ത് ലഭിച്ചിരുന്ന പരിഗണനകളും സൗകര്യങ്ങളും ഓരോന്നായി ഇല്ലാതാവാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ 2001 ജനുവരി 18 മെക്സിക്കൻ സുപ്രീം കോടതി ഒരു പുതിയ ഉത്തരവിറക്കി. സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം വർഷങ്ങളായി അമേരിക്ക ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹൈ പ്രൊഫൈൽ കേസുകളിലെ തടവുകാരെ മെക്സിക്കോയ്ക്ക് അമേരിക്കയ്ക്ക് കൈമാറാൻ കഴിയും. ആ ക്രിമിനലുകളുടെ ലിസ്റ്റിൽ എൽ ചാപ്പോയുടെ പേരായിരുന്നു ഒന്നാമത്. പതിറ്റാണ്ടുകളായി മെക്സിക്കോ മയക്കുമരുന്ന് കടത്തലിന്റെ കേന്ദ്രമാണ്. അമേരിക്ക മെക്സിക്കോയുമായി അതിർത്തി പങ്കിടുന്നതിനാൽ അമേരിക്കയിലേക്ക് എത്തുന്ന മയക്കുമരുന്നുകളുടെ 90% മെക്സിക്കോ വഴിയാണ് കടത്തുന്നത്. ഇത് തടയാൻ അമേരിക്കൻ സർക്കാർ പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ചിരുന്നു. പക്ഷേ എൽ ചാപ്പോ അമേരിക്കയിലേക്ക് കടത്തുന്ന ഇല്ലീഗൽ ഡ്രഗ് ബിസിനസിന്റെ തലവനായതിനു ശേഷം അമേരിക്കൻ സർക്കാരിന് മെക്സിക്കോയിൽ നിന്നും വരുന്ന മയക്കുമരുന്നുകളെ തടയാൻ സാധിക്കാതായി. ഒരു ഘട്ടത്തിൽ എൽ ചാപ്പോയുടെ അംഗീകാരമില്ലാതെ ഒരു മയക്കുമരുന്നും മെക്സിക്കോയിൽ നിന്നും പുറത്തു പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തി. ഏതൊരു ഡ്രഗ് മാഫിയയും കൊതിക്കുന്ന ഈയൊരു പ്രശസ്തി തന്നെയാണ് അയാൾക്ക് കെണിയായത്. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തിയതിനും അമേരിക്കൻ യുവാക്കളെ ലഹരിക്ക് അടിമയാക്കിയതിനും അമേരിക്കൻ ഗവൺമെന്റ് എൽ ചാപ്പോവിനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. മെക്സിക്കോയിൽ നിന്നും അമേരിക്കൻ ജയിലിലേക്ക് പോയാൽ അവിടെ വെച്ച് ഏത് രീതിയിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വരുമെന്നുള്ള ഒരു ധാരണ എൽ ചാപ്പോയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മെക്സിക്കൻ ജയിലിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അയാൾ ഉറപ്പിച്ചു. അതിനായി ജയിൽ ഗാർഡുകൾ, മറ്റ് ഉന്നതോദ്യോഗസ്ഥർ എന്നിങ്ങനെ മൊത്തം 70-ലധികം പേർക്ക് $2.5 മില്യൺ എൽ ചാപ്പോ കൈക്കൂലിയായി നൽകി. ജയിലിലെ ഇത്രയും ജീവനക്കാരെ സ്വാധീനിക്കാൻ അയാൾക്ക് വേണ്ടി വന്നത് കേവലം ഒരു ദിവസം മാത്രമായിരുന്നു. അങ്ങനെ കോടതി ഉത്തരവ് പുറത്തു വന്നതിന്റെ പിറ്റേന്ന് 2001 ജനുവരി 19 എൽ ചാപ്പോ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ആ ഒരു ദിവസം എൽ ചാപ്പോയുടെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള സെല്ലിലെ ഇലക്ട്രോണിക് ഡോർ താനെ തുറന്നു. സെല്ലിനകത്ത് നിന്നും എൽ ചാപ്പോ പുറത്തിറങ്ങിയത് ജയിൽ ഗാർഡ്സിന്റെ യൂണിഫോമിലായിരുന്നു.
അയാൾ രക്ഷപ്പെട്ടു പോകുന്നത് കാണാതിരിക്കുവാൻ വേണ്ടി അന്ന് ജയിലിലെ CCTV ക്യാമറകൾ ഓഫാക്കിയിരുന്നു. അങ്ങനെ അവിടെ നിന്നും അയാൾ നേരെ ജയിലിനകത്ത് പാർക്ക് ചെയ്തിരുന്ന ലോണ്ടറി വാനിൽ കയറിയിരുന്നു. പതിയെ ആ വാൻ ജയിലിന്റെ മെയിൻ ഗേറ്റിന് പുറത്തെത്തി കുറച്ചു ദൂരം മുന്നോട്ട് പോയി നിർത്തി. വാനിൽ നിന്നും പുറത്തിറങ്ങിയ എൽ ചാപ്പോ പുറത്ത് അയാൾക്ക് വേണ്ടി കാത്തിരുന്ന കാറിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി. എൽ ചാപ്പോയെ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചത് അയാളുടെ സുഹൃത്തും മുൻ ജയിൽ ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന ഡമാസോ ലോപ്പസ് ആയിരുന്നു. അയാൾ പിന്നീട് എൽ ചാപ്പോയുടെ ഇല്ലീഗൽ ബിസിനസ്സിലെ ഒരു പ്രധാന സഹായിയായി മാറി. എൽ ചാപ്പോ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടത് മെക്സിക്കൻ സർക്കാരിന് വലിയ നാണക്കേടും തലവേദനയുമായി. അയാളെ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ച ജയിലിലെ എല്ലാ ജീവനക്കാരെയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. രക്ഷപ്പെട്ടതിനു ശേഷം എൽ ചാപ്പോ തന്റെ ഒളിത്താവളത്തിൽ നിന്നുകൊണ്ട് ബിസിനസ് തുടർന്നു. പോലീസിനെയോ സർക്കാരിനെയോ ഭയന്ന് തന്റെ ബിസിനസ്സിൽ നിന്നും പിന്മാറാൻ അയാൾ തയ്യാറായിരുന്നില്ല. പകരം അയാൾ സിനലോവ കാർട്ടൽ വികസിപ്പിക്കാൻ തുടങ്ങി. മെക്സിക്കോയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള നിരവധി മാഫിയ തലവന്മാരെ അയാൾ കണ്ടുമുട്ടി. അവരോടൊപ്പം ചേർന്ന് തന്റെ ബിസിനസ് കൂടുതൽ വേഗത്തിൽ വളർത്തിക്കൊണ്ടിരുന്നു. മയക്കുമരുന്ന് കടത്തലിൽ അയാൾ ഒരു രാജാവായി മാറിക്കഴിഞ്ഞിരുന്നു. അതേസമയം സർക്കാർ എൽ ചാപ്പോയെ പിടിക്കാൻ പുതിയ പുതിയ പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആർക്കും പിടികൊടുക്കാതെ അയാൾ തന്റെ ആഡംബര ജീവിതവുമായി മുന്നോട്ട് പോയി. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒന്നിനു പുറകെ ഒന്നായി 4 സ്ത്രീകളെ എൽ ചാപ്പോ വിവാഹം കഴിച്ചു. ആ 4 വിവാഹങ്ങളിൽ നിന്നുമായി 15ഓളം കുട്ടികളും അയാൾക്കുണ്ടായിരുന്നു. ജനങ്ങൾക്ക് തന്നോടുള്ള പ്രതിച്ഛായ മാറ്റുവാനും അവരുടെ വിശ്വാസം പിടിച്ചുപറ്റുവാനും വേണ്ടി അയാൾ ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാൻ തുടങ്ങി. പിന്നീട് എൽ ചാപ്പോ തന്റെ വരുമാനത്തിന്റെ ചെറിയൊരു പങ്ക് ജനസേവനത്തിനു വേണ്ടി മാറ്റിവെച്ചു. ആ സമയത്ത് ഗവൺമെന്റിൽ നിന്നും കിട്ടേണ്ട സഹായങ്ങൾ ലഭിക്കാതെ വരികയോ ഒരുപാട് കാലതാമസം വരികയോ ചെയ്യുന്ന സമയത്ത് ആളുകൾ നേരെ എൽ ചാപ്പോയെ കാണാൻ തുടങ്ങി. അയാൾ തനിക്ക് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുകയും ചെയ്തു. പതിയെ പതിയെ അയാളുടെ ആരാധകരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. പക്ഷേ അതേസമയം തന്നെ മറ്റുള്ള കാർട്ടലുകളുമായി നിരന്തരം വെടിവെപ്പുകളും കലാപങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. പല ഗ്യാങ്ങുകളും എൽ ചാപ്പോയെ കൊലപ്പെടുത്താനും നശിപ്പിക്കാനും അവരാൽ കഴിയുന്ന വിധം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട എൽ ചാപ്പോ അവരുടെ ഗ്യാങ്ങിനെ തന്നെ മുഴുവനായി ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. വെറും 10 വർഷം കൊണ്ട് തനിക്കെതിരെ പ്രവർത്തിച്ച 10ഓളം ഡ്രഗ് കാർട്ടലുകളെ എൽ ചാപ്പോ പൂർണ്ണമായും നശിപ്പിച്ചു. അയാളെ പിടികൂടാനുള്ള എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടതോടുകൂടി മെക്സിക്കൻ പോലീസിന്റെ ആത്മവിശ്വാസം കുറഞ്ഞു വന്നു. അങ്ങനെ 2006-ൽ മയക്കുമരുന്ന് കാർട്ടലുകളെ നിയന്ത്രിക്കാൻ വേണ്ടി മെക്സിക്കൻ സൈന്യം മുന്നിട്ടിറങ്ങി. അതിനെ തുടർന്ന് നിരവധി ആളുകൾ പിടിക്കപ്പെട്ടു. പക്ഷേ സൈന്യത്തിന് എൽ ചാപ്പോയെ ഒന്ന് നേരിൽ കാണാൻ പോലും കഴിഞ്ഞില്ല. സിനലോവ കാർട്ടൽ അമേരിക്കയിലേക്ക് മാത്രം മയക്കുമരുന്ന് കടത്തി പ്രതിവർഷം $3 ബില്യൺ വരുമാനമുണ്ടാക്കിയിരുന്നത്. 2009-ലെ ഫോബ്സ് മാസികയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ധനികരുടെ പട്ടികയിൽ എൽ ചാപ്പോയുടെ പേരും ഉണ്ടായിരുന്നു. അയാളെ പിടികൂടുവാൻ വേണ്ടി അമേരിക്കൻ ഗവൺമെന്റും രംഗത്തിറങ്ങി. അവർ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് നടത്തിയെങ്കിലും അതിൽ നിന്നെല്ലാം എൽ ചാപ്പോ വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ടു. ഇതോടെ എൽ ചാപ്പോയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നവർക്ക് $5 ദശലക്ഷം പാരിതോഷികം പ്രഖ്യാപിക്കപ്പെട്ടു. എൽ ചാപ്പോയെ പിടികൂടുന്നതിനായി അമേരിക്കൻ ഏജൻസികൾ മെക്സിക്കൻ സർക്കാരിന് എല്ലാ സഹായങ്ങളും ധനസഹായം ഉൾപ്പെടെ നൽകി. ഈ തയ്യാറെടുപ്പുകളെല്ലാം ഉണ്ടായിരുന്നിട്ടും ജയിലിൽ നിന്നും രക്ഷപ്പെട്ടതിനു ശേഷം എൽ ചാപ്പോ ഒളിവിൽ തുടർന്നത് 13 വർഷമാണ്. സൈന്യം അയാളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ആ സ്ഥലത്തെത്തുമ്പോഴേക്കും എൽ ചാപ്പോ ഇത് മുൻകൂട്ടി മനസ്സിലാക്കി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ കാലയളവിനിടെ സൈന്യം എൽ ചാപ്പോയുടെ നിരവധി കൂട്ടാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. അതിലൊരാൾ എൽ ചാപ്പോയെക്കുറിച്ചുള്ള നിരവധി രഹസ്യ വിവരങ്ങൾ സൈന്യത്തിന് കൈമാറി. ഇതേ തുടർന്ന് 2014 ഫെബ്രുവരി 22-ന് എൽ ചാപ്പോ ഒളിച്ചിരുന്ന ഒരു ഹോട്ടലിന്റെ 4-ാം നിലയിലെ മുറിയിൽ വെച്ച് മെക്സിക്കൻ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. ഇത്തവണ അയാൾക്ക് രക്ഷപ്പെടാൻ ഒരവസരവും ലഭിച്ചില്ല. അങ്ങനെയാണ് എൽ ചാപ്പോ മെക്സിക്കോയിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലായ ആൾട്ടിപ്ലാനോയിൽ എത്തുന്നത്. മെക്സിക്കോ സിറ്റിയിൽ നിന്നും 55 മൈൽ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ ജയിലിന്റെ സുരക്ഷ വളരെ ശക്തമായിരുന്നു. ഒരു തടവുകാരനും അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. ജയിലിനകത്ത് നിരവധി വാച്ച് ടവറുകളും ആ ടവറുകളിൽ 24 മണിക്കൂറും കാവൽ നിൽക്കുന്ന ഗാർഡ്സുമുണ്ട്. ആ ജയിലിന് മുകളിലൂടെയോ അടുത്തുകൂടെയോ വിമാനങ്ങൾക്ക് പറക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു.
ജയിലിന്റെ കിലോമീറ്ററുകളോളം ചുറ്റളവിൽ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, തടവുകാരെ 24 മണിക്കൂറും നിരീക്ഷിക്കാൻ 100-ലധികം ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ എൽ ചാപ്പോയെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം സ്പെഷ്യൽ ട്രെയിനിങ് ലഭിച്ച ഗാർഡുകളും ആ ജയിലിലുണ്ടായിരുന്നു. അവർ അയാളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അമേരിക്കൻ ഗവൺമെന്റിന് ഇതൊരു ശാശ്വത പരിഹാരമായി തോന്നിയില്ല. കാരണം എൽ ചാപ്പോ ജയിലിനകത്താണെങ്കിൽ കൂടിയും അയാൾ അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് വിതരണം നിർത്തില്ല എന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. കൂടാതെ അയാൾ വീണ്ടും രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും അമേരിക്ക ഭയപ്പെട്ടു. അതിനാൽ എൽ ചാപ്പോയെ തങ്ങൾക്ക് കൈമാറാൻ അമേരിക്ക മെക്സിക്കൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ മെക്സിക്കൻ അധികാരികൾ അതിനോട് യോജിച്ചില്ല. മെക്സിക്കോയ്ക്ക് തടവുകാരെ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെന്നും മുന്നത്തെ പോലെ എൽ ചാപ്പോയ്ക്ക് ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും മെക്സിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ ഗവൺമെന്റിന് മറുപടി നൽകി. പക്ഷേ എൽ ചാപ്പോയെ ആൾട്ടിപ്ലാനോയിലേക്ക് കൊണ്ടുവന്ന ആദ്യ ദിവസം മുതൽ അയാൾ ജയിലിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കാൻ തുടങ്ങിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ അയാൾ ഒരു പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതി തന്റെ ഏറ്റവും വിശ്വസ്തയായ ഭാര്യ എമ്മ കൊറോണലിനെ അറിയിച്ചു. എൽ ചാപ്പോ ചെയ്തിട്ടുള്ള പല കുറ്റകൃത്യങ്ങളിലും എമ്മ പങ്കാളിയായിരുന്നു. അങ്ങനെ എൽ ചാപ്പോയെ ജയിലിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത എമ്മ അയാളെ പതിവായി ജയിലിൽ സന്ദർശിക്കാനെത്തുമായിരുന്നു. അവർ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി എൽ ചാപ്പോയുടെ 4 ആൺമക്കളെയും മുൻ ഡെപ്യൂട്ടി ജയിൽ ഡയറക്ടർ ഡമാസോ ലോപ്പസിനെയും നിയോഗിച്ചു. അഴിമതി കാരണം ജയിലിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്ത് നിന്നും ഡമാസോ ലോപ്പസിനെ നീക്കിയതിനു ശേഷം അയാൾ സിനലോവ കാർട്ടലിൽ അംഗമായിരുന്നു. അയാളും എൽ ചാപ്പോയെ പുറത്തു കൊണ്ടുവരാനുള്ള ഓപ്പറേഷനിൽ ഇവരുടെ കൂടെ കൂടി. ആ ജയിലിനകത്തെ ഓരോ മുക്കും മൂലയും CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലായിരുന്നു. ആ ജയിലിലെ തടവ് പുള്ളികളുടെ സെല്ലിനകത്തുള്ള ഷവർ ഏരിയ മാത്രമാണ് CCTV നിരീക്ഷണമില്ലാത്ത സ്ഥലം. ആ ഒരു അവസരം മുതലെടുത്ത് ജയിൽ കോമ്പൗണ്ടിന് പുറത്തുനിന്നും എൽ ചാപ്പോയുടെ സെല്ലിലെ ഷവർ ഏരിയ വരെ ഒരു ഭൂഗർഭ തുരങ്കമുണ്ടാക്കാൻ അവർ പദ്ധതിയിട്ടു. അങ്ങനെ ജയിലിന് പുറത്തുനിന്നും ഒരു തുരങ്കമുണ്ടാക്കി എൽ ചാപ്പോയുടെ ഷവർ ഏരിയ മനസ്സിലാക്കി അവിടേക്ക് കൃത്യമായി വരുവാൻ വേണ്ടി GPS ട്രാക്കർ ഘടിപ്പിച്ച ഒരു വാച്ച് എമ്മ എൽ ചാപ്പോയ്ക്ക് കൊടുക്കുന്നു. അതൊരു സാധാരണ വാച്ചായിരിക്കുമെന്ന് കരുതി ജയിലിലെ സെക്യൂരിറ്റി ജീവനക്കാർ അതിന് എതിർപ്പൊന്നും കാണിച്ചില്ല. അങ്ങനെ എൽ ചാപ്പോയുടെ സംഘം ജയിൽ കോമ്പൗണ്ടിൽ നിന്നും കുറച്ചു ദൂരം മാറി കുറച്ച് സ്ഥലം വാങ്ങിച്ചതിനു ശേഷം ചുറ്റും മതിൽ കെട്ടി മറയ്ക്കുന്നു. പുറമേ നിന്നും നോക്കുന്നവർക്ക് ആ മതിലിനകത്ത് എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയാണെന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. പതിയെ എൽ ചാപ്പോയുടെ സംഘം ആ സ്ഥലത്തെ മണ്ണ് തുറന്ന് വലിയൊരു ടണൽ ഉണ്ടാക്കാൻ തുടങ്ങി. നിരവധി ആളുകൾ രാത്രിയും പകലും മാറി മാറി ജോലി ചെയ്തുകൊണ്ടിരുന്നു. തുരങ്ക നിർമ്മാണം ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും തുടർന്നു. ജയിലധികൃതരാണെങ്കിൽ ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. അതേസമയം എൽ ചാപ്പോ സെല്ലിനകത്ത് ക്ഷമയോടെ കാത്തിരുന്നു. ഏകദേശം 1 വർഷത്തിനു ശേഷം 2 കിലോമീറ്റർ നീളവും ഏകദേശം 1.7 മീറ്റർ ഉയരവുമുള്ള ഒരു ടണൽ അവർ നിർമ്മിച്ചു. ആ തുരങ്കത്തിനകത്ത് വായുവും വൈദ്യുതിയും ഉൾപ്പെടെ എത്തിച്ചു. ഇതൊന്നും കൂടാതെ ആ തുരങ്കത്തിലൂടെ എൽ ചാപ്പോയ്ക്ക് വേഗത്തിൽ രക്ഷപ്പെട്ടു പോകുവാൻ വേണ്ടി ഒരു ഹൈസ്പീഡ് മോട്ടോർ സൈക്കിളും അവിടെ തയ്യാറാക്കി വെച്ചു. എല്ലാ ജോലികളും തീർന്നപ്പോഴേക്കും 2 വർഷം കടന്നുപോയിരുന്നു. ഒടുവിൽ 2015 ജൂലൈ 11 എൽ ചാപ്പോ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിച്ചു. എന്നത്തെയും പോലെ ആ ദിവസത്തെ പകലും ശാന്തമായി കടന്നുപോയി. അന്ന് വൈകുന്നേരം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ എൽ ചാപ്പോ സെല്ലിനകത്തുള്ള CCTV ക്യാമറയ്ക്ക് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് പലതവണ ഷവർ ഏരിയയിലേക്ക് പോയി വന്ന് വീണ്ടും നടത്തം തുടർന്നു. സത്യത്തിൽ ഷവർ ഏരിയയ്ക്ക് താഴെ കുഴിച്ച തുരങ്കത്തിലൂടെ രക്ഷപ്പെടാനുള്ള സിഗ്നലിനായി അയാൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ രാത്രി 9 മണിയോടുകൂടി ഷവർ ഏരിയയിലേക്ക് കയറിയ എൽ ചാപ്പോ വളരെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വന്നില്ല. ഇത് കണ്ട് CCTV ദൃശ്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഗാർഡ്സിന് സംശയം തോന്നാൻ തുടങ്ങി. ഉടനടി സെക്യൂരിറ്റി ഗാർഡ്സ് എൽ ചാപ്പോയുടെ സെല്ലിനകത്ത് കയറി പരിശോധിച്ചു. അപ്പോഴാണ് ഷവർ ഏരിയയിൽ ഒരാൾ വലുപ്പത്തിൽ ഒരു വലിയ തുരങ്കവും അതിലേക്കിറങ്ങുവാനായി ഒരു വലിയ കോണിയും അവർ കണ്ടത്. ഉടനടി എൽ ചാപ്പോ രക്ഷപ്പെട്ട വിവരം ജയിലിലെ എല്ലാ ഗാർഡ്സിനെയും അറിയിച്ചു. കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സ് ആ തുരങ്കത്തിലിറങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ മറ്റുള്ളവർ ജയിലിന് പുറത്ത് തിരച്ചിൽ നടത്തി. മെക്സിക്കൻ പോലീസിനും സൈന്യത്തിനും മെസ്സേജ് കൈമാറി. തുരങ്കത്തിലിറങ്ങിയ ഗാർഡ്സ് ഒടുവിലെത്തിയത് എൽ ചാപ്പോയുടെ സംഘം പണി തുടങ്ങിയ സ്ഥലത്തേക്കായിരുന്നു. അവർ അവിടെ എത്തുമ്പോഴേക്കും ആ സ്ഥലത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല.
എൽ ചാപ്പോ ഇത്രയും വലിയൊരു എസ്കേപ്പിംഗ് പ്ലാൻ ഉണ്ടാക്കിയത് അറിയാൻ സാധിക്കാതെ പോയത് ജയിൽ അധികൃതർക്കും മെക്സിക്കൻ ഗവൺമെന്റിനും വലിയ നാണക്കേടായി മാറി. അമേരിക്കൻ ഗവൺമെന്റും മെക്സിക്കൻ അധികാരികളെ വിമർശിച്ചുകൊണ്ട് രംഗത്തു വന്നു. അത്രയും കാലം ആ ജയിലിനെക്കുറിച്ചുള്ള പുകഴ്ത്തലുകളെല്ലാം തന്നെ വെറും ഒറ്റ ദിവസം കൊണ്ട് തുടച്ചു മായ്ക്കപ്പെട്ടു. എൽ ചാപ്പോ രാജ്യം വിട്ടു പോവാതിരിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ പല അതിർത്തികളും പൂർണ്ണമായോ ഭാഗികമായോ പൂട്ടുകയും രാജ്യമെമ്പാടും സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു. അയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നവർക്ക് 60 ദശലക്ഷം മെക്സിക്കൻ പെസോ പാരിതോഷികം പ്രഖ്യാപിക്കപ്പെട്ടു. 2015 ഒക്ടോബറിൽ മെക്സിക്കൻ സൈന്യം രാജ്യത്തിന്റെ പല ഭാഗത്തും രഹസ്യ ഏജൻസികളുടെ സഹായത്തോടെ എൽ ചാപ്പോയെ പിടികൂടാനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എൽ ചാപ്പോ ഫേമസ് ഹോളിവുഡ് നടൻ ഷോൺ പെന്നിന്റെ കൂടെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. ആ അഭിമുഖത്തിൽ അയാൾ തന്നെ സ്വയം പരിചയപ്പെടുത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് മാഫിയ തലവനെന്നായിരുന്നു. ഇതുകൂടിയായതോടെ മെക്സിക്കൻ സൈന്യവും ഫെഡറൽ പോലീസും ഉൾപ്പെടെയുള്ള എല്ലാ മെക്സിക്കൻ സേനകളും അയാളെ പിടികൂടാൻ രാവും പകലും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ 2016 ജനുവരി 8 അവർക്ക് എൽ ചാപ്പോ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചു. തുടർന്ന് വടക്കൻ സിനലോവിയിലെ ഒരു വീട്ടിൽ എൽ ചാപ്പോയും അയാളുടെ ഗ്യാങ്ങുമുണ്ടെന്ന് സൈന്യത്തിന് മനസ്സിലായി. അവിടെയെത്തിയ സൈന്യത്തെ തടയുന്നതിനായി എൽ ചാപ്പോയുടെ ഗ്യാങ് വെടിവെപ്പ് നടത്തി. സൈന്യവും തിരിച്ചാക്രമിച്ചു. അന്ന് നടന്ന വെടിവെപ്പിൽ എൽ ചാപ്പോയുടെ ഗ്യാങ്ങിൽപ്പെട്ട നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. എല്ലാത്തിനുമൊടുവിൽ എൽ ചാപ്പോയെ മെക്സിക്കൻ ആർമി വളഞ്ഞു. താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവസാന ശ്രമം എന്ന നിലയിൽ അയാൾ സൈന്യത്തിന് വലിയൊരു തുക കൈക്കൂലി ഓഫർ ചെയ്തു. പക്ഷേ അവർ എൽ ചാപ്പോയുടെ ഓഫർ സ്വീകരിക്കാതെ അയാളെ അറസ്റ്റ് ചെയ്തു. ഇത്തവണയും അയാളെ നേരെ ആൾട്ടിപ്ലാനോ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. പിന്നീട് അമേരിക്ക ആവശ്യപ്പെട്ടതിനെ തുടർന്ന് 2017 മെക്സിക്കൻ സർക്കാർ എൽ ചാപ്പോയെ അമേരിക്കയ്ക്ക് കൈമാറി. അമേരിക്കയിലെത്തിയതിനു ശേഷം ന്യൂയോർക്കിലെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതിയിൽ അയാളുടെ വിചാരണ വർഷങ്ങളോളം നീണ്ടുനിന്നു. ഒടുവിൽ കേസിലെ വിധി വന്നു. ജീവപര്യന്തം ശിക്ഷ കൂടാതെ 30 വർഷത്തെ അധിക തടവും ലഭിച്ച് അമേരിക്കയിലെ ഏറ്റവും സുരക്ഷിതമായ ജയിലുകളിലൊന്നായ ADX ഫ്ലോറൻസ് ജയിലിൽ തടവിൽ കഴിയുകയാണ് എൽ ചാപ്പോ. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.